ഹായ് എവരിവൺ, AKRPS ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC LGS എക്സാമിൻ്റെ ഭാഗമായിട്ട് PSC 2021-24 വർഷം നടത്തിയ മുഴുവൻ ചോദ്യപേപ്പറിൻ്റെ ആൻസേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ബിയും സിയും ഡിയും ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. എ ഓപ്ഷൻ വൈക്കം സത്യാഗ്രഹം 1924. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2, 3, 4 ശരിയാണ്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1783 പാരീസ് ഉടമ്പടി. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായത് 1783 പാരീസ് ഉടമ്പടി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നതിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ഏഷ്യ. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നതിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ഏഷ്യ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 10. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 10. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഹോക്കി. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഹോക്കി. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്യോഗ സംവരണം. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്യോഗ സംവരണം. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് തിരിച്ചറിയുക. ചിനൂക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്ക്. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്തുക. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല മധ്യമരേഖ ന്യൂനമർദ്ദ മേഖല. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? 6:30 AM. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? 6:30 AM. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. മാൻഡമസ്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകൾ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് മാൻഡമസ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്.
ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത്. ചോളം. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ചോളം. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത്. എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് കൂട്ട്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് കൂട്ട്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. 2100 കലോറി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. 2100 കലോറി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ബി, 3 മാത്രമാണ് ശരി. ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, 2ഉം 3ഉം തെറ്റാണ്. 1 മാത്രമാണ് ശരി. രാജ്യത്തിനു വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ സുതാര്യമായിരുന്നു. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചുവടെ ചേർക്കുന്നതിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം മാത്രമാണ് ശരി. അർദ്ധ ഫെഡറൽ സമ്പ്രദായവും ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും കാനഡ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത്. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം ശരിയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശവും മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 3ഉം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം കേരളീയം. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസഡേഴ്സ്. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം ശരിയാണ്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമി എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? വിറ്റാമിൻ എ.
കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാവുന്ന സീറോഫ്താൽമി എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? വിറ്റാമിൻ എ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? മലമ്പനി. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? പാൻക്രിയാസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി പാൻക്രിയാസ്. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഋതു കരിദാൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ഋതു കരിദാൽ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലിലെ മർദ്ദം കൂടുതലും ആയതിനാൽ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ. അദിശ അളവുകളുടെ ഉദാഹരണം താഴെ ചേർത്തവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉം. സമയവും വ്യാപ്തവും. അദിശ അളവുകൾക്ക് ഉദാഹരണമാണ് സമയവും വ്യാപ്തവും. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ക്ലോറോഫോം. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് ക്ലോറോഫോം. ബോറോൺ, കാർബൺ, സിലിക്കൺ, നൈട്രജൻ, ഫ്ലൂറിൻ എന്നീ മൂലകങ്ങളെ അവയുടെ അലോഹ സ്വഭാവത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഫ്ലൂറിൻ, നൈട്രജൻ, കാർബൺ, ബോറോൺ, സിലിക്കൺ. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പ്രൈസ് 3 പേർ പങ്കിട്ടെടുത്തപ്പോൾ അതിൽ 2 പേർ അലക്സി യെമിക്കോവ്, ലൂയിസ് ഇ ബ്രൂസ് എന്നിവരെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ്. അപ്പോൾ ഇന്ന് 2023-24 വർഷങ്ങളിൽ PS നടത്തിയ പരീക്ഷയുടെ 1ാമത്തെ ചോദ്യപേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.